എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1202 ആണ്ട് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ്. ഈ പുതുവർഷ ഫലത്തിൽ മീനൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മീനൻ രാശിയിൽ വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 5-ലും, ശനി ജന്മത്തിലും, കേതു 6-ലും, രാഹു 12-ലുമാണ് സഞ്ചരിക്കുന്നത്. വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെ അനുകൂലമാണ്. ജന്മശനിക്കാലമുണ്ടെങ്കിലും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 5-ൽ കർക്കിടകൻ രാശിയിൽ ഉച്ചത്തിൽ നിൽക്കുകയും ശനിയിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ഒപ്പം ശനിയുടെ വക്രഗതി ഡിസംബർ പകുതി കഴിയുന്നതുവരെ നിലനിൽക്കുകയും ചെയ്യുന്നതിനാൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 1-2 വർഷമായിട്ട് വളരെയധികം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്ന ഒരു സമയമാണ്. സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം. സന്താന ഗുണം വന്നു ചേരുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് വിവാഹം നടക്കാം, സന്താനങ്ങൾക്ക് നല്ല തൊഴിൽ ലഭിക്കാം, അതിലൂടെയൊക്കെ മനസ്സന്തോഷവും കുടുംബസുഖവും ഒക്കെ വന്നു ചേരുന്നതാണ്. സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതാണ്. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫറും പ്രമോഷനും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. കുറച്ച് കാലമായിട്ട് വിവാഹം അന്വേഷിച്ചിട്ട് നടക്കാതെ തടസ്സപ്പെട്ടിരുന്നവരെ സംബന്ധിച്ച് വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും പല തരത്തിലൂടെ സമ്പത്ത് കൈവശം വന്നു ചേരുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ട് പലവിധ പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടി മികച്ച ആരോഗ്യം നിലനിർത്താൻ കഴിയുന്ന സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ചെലവിൻ്റെ കാര്യങ്ങൾ ഏറെക്കുറെ ക്രമീകരിച്ച്, വരവും ചെലവും ക്രമീകരിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു വരികയായിരുന്നു. അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടാനും അംഗീകാരങ്ങളൊക്കെ തേടി വരാനും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജന്മജാതകം കൂടി പരിശോധിച്ച് ശുഭഗ്രഹങ്ങളുടെ ദശാകാലമോ ശുഭഗ്രഹങ്ങളുടെ അപഹാരകാലമോ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ ശുഭഫലങ്ങൾ വളരെയധികം ഏറിയിരിക്കുന്നതുമായിരിക്കും. മീനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.